പാന്തയോണാണ് റോമിൽ നിലനിൽക്കുന്നതിലെ ഏറ്റവും പ്രാചീനമായ നിർമ്മിതി. ഹഡ്രിയാൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത്. ഇത് മൂന്നാമത്തെ നിർമ്മിതിയാണ്. BC 27 മുതൽ AD 14 വരെ ഭരിച്ചിരുന്ന അഗസ്റ്റസ് സീസറാണ് ആദ്യത്തെ ദേവാലയം നിർമ്മിച്ചത്. പിന്നീട് ഡൊമീഷ്യൻ അത് പുതുക്കി പണിതു. അതിനുശേഷമാണ് ഹഡ്രിയാൻ ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് ഈ ആദ്യത്തെ നിർമ്മിതിയെക്കുറിച്ചാണ്. മൂന്നാം പ്രാവശ്യവും കൗൺസിലായിരിക്കുന്ന ലൂഷ്യസിൻ്റെ മകൻ മാർക്കസ് അഗ്രിപ്പ ഇത് നിർമ്മിച്ചു എന്നാണ് ആ ലിഖിതം പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗം വൃത്താകൃതിയിലാണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ നിൽക്കുന്ന ഇടം ദീർഘചതുരാകൃതിയിലുള്ളതാണ്. 8 കോളങ്ങൾ വീതമുള്ള 2 നിര, 16 തൂണുകൾ, ഓരോന്നിനും 12.5 മീറ്റർ ഉയരമുണ്ട്. ഇതിൻ്റെ വലിപ്പം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ സീലിംഗ് വെങ്കലത്തിൽ തീർത്തതായിരുന്നു. ആ ബ്രോൺസാണ് ഇവിടെ നിന്ന് ഇളക്കിയെടുത്ത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബർണിനിയുടെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചത്. 1623 പോപ്പ ഉർബൻ 8 കാലത്താണ് അത് സംഭവിച്ചത്. കൊറിന്ത്യൻ ഓർഡറിലുള്ള പില്ലറുകളാണ് ഇത്. അത് ഈജിപ്ഷ്യൻ ഗ്രേ പില്ലറുകളാണ് മുമ്പിലുള്ളത്. പുറകിലുള്ള 8 ഈജിപ്ഷ്യൻ പിങ്ക് കളറിലുള്ള പില്ലറുകളാണ്. ഇതിൻ്റെ ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വെങ്കലം ഏറ്റവും പ്രാചീനമായ വെങ്കലം തന്നെയാണ്. പുറത്തുണ്ടായിരുന്ന മാർബിൾ ഫലകങ്ങളെല്ലാം തന്നെ അടന്നു പോയിട്ടുണ്ട്. മറ്റു പല നിർമ്മിതികൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത് ആ കല്ലിൻ്റെയൊക്കെ ഭീമാകാരമായ സൈസ് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു. ഏറ്റവും പ്രാചീനമായ നിർമ്മിതിയിൽ ഇത്ര വലിയ പില്ലറുകളും ബീമുകളും, ആ കെട്ടിന് തന്നെ 4 മീറ്ററോളം വിഡ്ത്തുണ്ട്. ലോകത്തെ ആദ്യത്തെ തന്നെ കോപ്പുള അല്ലെങ്കിൽ ഡോം എന്ന താഴികക്കുടമാണ് ഇത്. ഇതിൻ്റെ മോഡലിലാണ് ഹാഗിയ സോഫിയ, ഫിരൻസെ കത്തീഡ്രൽ, സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എല്ലാം നിർമ്മിതമായിരിക്കുന്നത്. AD 609 മുതൽ പോപ്പ് ബോണിഫസ് 4 കാലം മുതൽ ഇതൊരു ബസിലിക്ക. മംഗളവാർത്തയുടെ ഈ ചിത്രം മെലൂർസോ ദ ഫോർലിയാണ് നിർമ്മിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട പല കല്ലറകൾ ഇവിടെ ഉണ്ട്. ഇത് റാഫേലിൻ്റെ കല്ലറയാണ്. ഏറ്റവും പഴക്കമുള്ള ഫ്ലോറാണത്. ഉംബർത്തോയുടെ കല്ലറ. ഇത് വിക്ടോറിയോ ഇമ്മാനുവേലിൻ്റെ മകൻ. വിക്ടോറിയോ ഇമ്മാനുവേലാണ് ആധുനിക ഇറ്റലിയുടെ ശില്പി, ആദ്യത്തെ രാജാവ്. മാർക്കോ വിത്രൂവിയോ പൊള്ളിയോണെ ആദ്യ നൂറ്റാണ്ടിലെ ആർക്കിടെക്റ്റാണ്. അതാണ് ഈ റോമൻ ആർക്കിടെക്ചറിൻ്റെ ദി ആർക്കിടെക്തൂറ എന്ന് പറയുന്ന 5-10 പുസ്തകങ്ങളായി വിരചിതമായ ആധികാരിക ഗ്രന്ഥം. വിത്രൂവിയസ് മാൻ എന്നും പറഞ്ഞ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാതമായ ചിത്രമുണ്ട്. ഒരു സർക്കിളിനകത്തും ഒരു റൗണ്ടിനകത്തും എങ്ങനെ മനുഷ്യൻ ഫിറ്റിംഗ് ആകുന്നു എന്ന പഠനം. ഇതിൻ്റെ ഈ കോപ്പുള അല്ലെങ്കിൽ ആ താഴികക്കുടം അത് റോമൻ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയാണ്. അത് റോമൻ കോൺക്രീറ്റ് അവർ ഉപയോഗിച്ചിരുന്നു. താഴെയുള്ള ഒരു ഡ്രം പണിതത് തന്നെ ചുടുകട്ടയ്ക്ക് കെട്ടിയെടുക്കുന്നു, നടുക്ക് ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു. ഒരു മുറിയുടെ വലിപ്പം ഉണ്ട് ആ മതിലിന് തന്നെ. അതിൻ്റെ പുറത്താണ് ഈ ഭീമാകരനായ ഈ കോപ്പുള അല്ലെങ്കിൽ ഡോം എന്ന് പറയുന്ന ആ വലിയ താഴികക്കുടം നിലനിൽക്കുന്നത്. വലിയൊരു ആർക്കിടെക്ചറൽ വിസ്മയമാണ്. ഇത് റാഫേലിൻ്റെ ടൂമ്പാണ്. അത് ആ ഒരു കോപ്പുള താഴികക്കുടം അതിൻ്റെ ഉയരം 42.3 മീറ്ററാണ് ആ മുകൾ വരെ. അത് തന്നെയാണ് ഈ ഡയാമീറ്ററും. കറക്റ്റ് ഇതിൻ്റെ വ്യാസവും ഉയരവും തുല്യമാണ്.